സ്വാമിയേ ശരണമയ്യപ്പ. ധനുമാസം 2-ാം തീയതി. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മണ്ഡലപൂജ കഴിഞ്ഞ് ശബരിമല നട അടയ്ക്കും. പിന്നെ മകരവിളക്കിന് വേണ്ടി വീണ്ടും തുറക്കും. ഇത്തവണ നവോത്ഥാനത്തിൻ്റെ സുപ്രീം കോടതി വിധിയുടെ ഒന്നും ശല്യമില്ലാതെ, പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഭക്തന്മാർക്ക്, തീർത്ഥാടകർക്ക് ശബരിമലയിൽ പോകാനും കലിയുഗ വരദനായ ഭഗവാൻ ധർമ്മശാസ്താവിനെ കണ്ട് അവരവരുടെ ദുഃഖങ്ങൾ അവിടെ ഏറ്റുപറയാൻ, അതിന് ശമനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് സന്നിധാനത്ത് നിന്ന് കിട്ടുന്ന വാർത്തകൾ, കിട്ടുന്ന അറിവ് അങ്ങനെയാണ്. മാത്രമല്ല, ഹൈക്കോടതിയുടെ കർശനമായ നിയന്ത്രണമുണ്ട്. സ്പെഷ്യൽ ഓഫീസറുണ്ട്, സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, പോലീസുകാരുണ്ട്. മൊത്തം സംവിധാനങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ വലിയ ഉപദ്രവമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തന്ത്രി, മേൽശാന്തി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചില പോലീസുകാർ 18-ാം പടിയിൽ നിന്ന് സെൽഫി എടുത്ത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. അതിനിടയ്ക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയിൽ ദർശനം നടത്തി. സതീശൻ എന്തുകൊണ്ടാണ് താടി വളർത്താതെ മലയ്ക്ക് പോയതെന്നൊക്കെ ചില കുബുദ്ധികൾ ചോദിക്കുന്നത് കേട്ടു. താടി വളർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുടി നരച്ചതാണ് എന്ന, താടി രോമം നരച്ചാണെന്നുള്ള രഹസ്യം പുറത്തു വരും എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം അതിന് കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നെ 2 പ്രധാനപ്പെട്ട ഭക്തന്മാർ അവിടെ ദർശനം നടത്തി. അവരെക്കുറിച്ചാണ് സത്യത്തിൽ ഈ വീഡിയോ. ധർമ്മശാസ്താവ് ക്ഷമിക്കട്ടെ. ഒരാൾ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം എൻ്റെ ഒരു അയൽവാസി, ആകുന്ന ബന്ധുവാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം വലിയൊരു ഭക്തനും കൂടിയാണ്. ചെറിയ ഭക്തനല്ല, വലിയ ഭക്തൻ. അദ്ദേഹം ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ദൈവത്തെ തൊഴുന്നുണ്ടാൽ നമുക്ക് പേടിയാവോ അല്ലെങ്കിൽ അത്ഭുതം തോന്നും. കാരണം പുള്ളി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ പ്രാർത്ഥനയുടെ ബലം കൊണ്ടും അതിൻ്റെ ഫലം കൊണ്ടും ആരാധനാമൂർത്തി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരുമോ എന്ന് നമ്മൾ ഭയപ്പെടും, അല്ലെങ്കിൽ സംശയിച്ചു പോകും. എനിക്കങ്ങനെ 1-2 അനുഭവം ഉണ്ടായിട്ട്. അതേ ഒരിക്കൽ ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി അതിഗംഭീരമായി പ്രാർത്ഥിക്കുന്നിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പുള്ളി സിനിമയിലാണോ അതോ നിത്യജീവിതത്തിലാണോ? ഗംഭീരമായ പ്രാർത്ഥനയാണ്. ഇത് കണ്ട് ഞാൻ അവിടുന്ന്, ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള മനസ്സിന് ബലമില്ലാതെ അവിടുന്ന് മാറിക്കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഭക്തനാണ് ഇദ്ദേഹം. അദ്ദേഹം ശബരിമലയിൽ ചെന്ന് ഭഗവാൻ ധർമ്മശാസ്താവിനോട് പുള്ളിയുടെ ദുഃഖങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് കണ്ട് കരളലിഞ്ഞ ദേവസ്വം ജീവനക്കാരും പോലീസുകാരും പുള്ളി ഇത്തിരി നേരം കൂടെ അവിടെ നിന്നോട്ട് എന്ന് കരുതി അദ്ദേഹത്തിന് ചെറിയ സൗകര്യം ചെയ്തു കൊടുത്തു. 7 മിനിറ്റോളം പുള്ളി അവിടെ നിന്ന് ധർമ്മശാസ്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. മാത്രമല്ല, നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ വിചാരണ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. സാക്ഷി വിസ്താരം പൂർത്തിയായി. പ്രോസിക്യൂട്ടറുടെ വാദം തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ ബി രാമപിള്ള സാറിന് വാദിക്കാനായിട്ട്. അപ്പോൾ രാമപിള്ള സാറ് വാദിക്കുന്ന സമയത്ത് ലോ പോയിൻ്റൊന്നും മറന്നു വായിക്കാനായിട്ട് ഈ തെളിവിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ശക്തി കിട്ടണമല്ലോ. രാമപിള്ള സാർ ഈ വയസ്സുകാലത്ത് ഏതായാലും 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദിലീപ് തന്നെ വ്രതമെടുത്ത് നോമ്പ് നോറ്റ് ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടുമായി ശബരിമല നടയിലെത്തി ഭഗവാനോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. പക്ഷേ ചില കുബുദ്ധികൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്തു. ഇത് കണ്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ അനിൽ നരേന്ദ്രൻ ആകെ കുപിതനായി. ആരിവനെ അനുവാദം കൊടുത്തു എന്നൊക്കെ ചോദിച്ചു. അത് കുഴപ്പമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സത്യത്തിൽ സംഗതി ഇതാണ്. ഈ പീഡന കേസാണ്. ഒരുപാട് സാക്ഷികളൊക്കെ കൂറുമാറിയുണ്ട്. പെൻഡ്രൈവ് തന്നെ ചോർന്നു. പ്രതിഭാഗം വക്കീൽ അതിശക്തനാണ്. ഇതൊക്കെയാണെങ്കിലും വിധിക്കുന്ന ജഡ്ജി വിധിച്ച് വരുമ്പോൾ കഷ്ടകാലത്തിനെക്കാളും തിരിഞ്ഞ് ഇത് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയമുള്ളതുകൊണ്ടാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ ഭക്തനാണ്. ആ ഭക്തി കൊണ്ട്, ഭക്തി പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ അതുപോലും ഇവിടെ വാർത്തയായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടിയെടുക്കും എന്ന നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ദിലീപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ അതിശയിപ്പിച്ച മറ്റൊരു ഭക്തൻ കൂടി മലകയറി വന്നു. അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനായിരുന്നു. ചാണ്ടി ഉമ്മൻ MLA ഈ വ്രതമെടുത്ത് മാലയിട്ട് തലയിൽ ഇരുമുടിക്കെട്ട് വേണ്ടി സന്നിധാനത്തിൽ ഒരു MLA ആണെന്നുള്ള യാതൊരു ഭാവവും ഇല്ലാതെ
കേരള മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകനാണ് എന്ന യാതൊരു നാട്യവുമില്ലാതെ ഒരു സാധാരണ ഭക്തനായിട്ട് അവിടെ ശബരിമലയിൽ ചെന്ന് ദർശനം നടത്തുകയും ദിലീപിനെ പോലെ 7 മിനിറ്റൊന്നും നിൽക്കാതെ 7 സെക്കൻഡ് മാത്രം ദർശനം നടത്തി അവിടുന്ന് പോരുകയും ചെയ്തു. ഇത് വിവിധ വാർത്താ ചാനലുകളിൽ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു. നിങ്ങളുമൊക്കെ കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കും. ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് ദർശനം നടത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് അത്ര നല്ല കാലമല്ല. അവിടെ ചാണ്ടികളേക്കാൾ കൂടുതൽ ജനപിന്തുണ ഷാഫി പറമ്പിലിന്, രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റു പല ആളുകൾക്കുമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായ ചാണ്ടിയെ ആളുകൾ അവഗണിക്കുകയും ഉമ്മൻചാണ്ടി സാറിൻ്റെ ശിഷ്യനായിരുന്ന, ഇപ്പോഴും ശിഷ്യനായിട്ട് അഭിനയിക്കുന്ന ഷാഫി പറമ്പിലിനെ അതുപോലെ മറ്റു ആളുകളെയൊക്കെ ജനങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരന് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല. വി ഡി സതീശനും മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ ചാണ്ടി കുഞ്ഞിനെ അവഗണിക്കുകയാണ്, അവഹേളിക്കുകയാണ്. അദ്ദേഹത്തെ കിങ്ങിണിക്കുട്ടൻ എന്ന് വരെ പറഞ്ഞ് ആളുകൾ പുച്ഛിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പരിമല പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം പോകുന്നുണ്ട്. മണർകാട് പള്ളിയിൽ ചെന്നാലും ബാബ കക്ഷിക്കാരൻ അദ്ദേഹത്തെ വിലക്കൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ മഞ്ചേരിക്കര തീർത്ഥാടനത്തിന് പോകാം. അതിന് പോകാതെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇരുമുടിക്കെട്ട് വേണ്ടി ശബരിമലയ്ക്ക് വന്നതെന്ന് വെച്ചാൽ, ഭഗവാൻ കലിയുഗ വരദനായ ധർമ്മശാസ്താവ് ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാനും അവർക്ക് സമാധാനം കൊടുക്കാനും ഈ വേദനകൾ ഏറ്റുവാങ്ങാനും ഇരിക്കുന്ന ആളാണ്. അത് ചാണ്ടി ഉമ്മന് നന്നായിട്ട് അറിയാം. പക്ഷേ ചാണ്ടിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആർട്ടിക്കുലേറ്റായിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഈ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം ആദ്യം തന്നെ മനോരമ പത്രത്തിന് വിളിച്ച് പറയും. പുതുപ്പള്ളിയിൽ നിന്ന് കെട്ട് നിറച്ച് ഇരുമുടിയും വേണ്ടി പോകുമ്പോൾ അവിടെ തൊട്ട് ലൈവ് ടെലികാസ്റ്റൊക്കെ ഏർപ്പാട് ചെയ്തു മനോരമയിൽ ഇത് വലിയ സംഭവമായിട്ട് കൊണ്ടുവരായിരുന്നു. മനോരമയ്ക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് കൊടുക്കായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു ചാനലുകളിലൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ പോകാമായിരുന്നു. പിന്നെ പുതുപ്പള്ളിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. പുതുപ്പള്ളിയിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഭാരത് ജോഡോയ്ക്ക് പോയിട്ടുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ. 1-2 ദിവസം കൊണ്ട് നടന്നെത്താവുന്ന ദൂരമുള്ളൂ. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് നടക്കുക, ഒരു 9 മണി വരെ നടക്കുക, 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ വിശ്രമിക്കുക, 4 മണിക്ക് ശേഷം വീണ്ടും നടക്കുക. അങ്ങനെയാണ് ശബരിമലയ്ക്ക് നടന്നു പോകുന്നത്. ഒറ്റ സ്ട്രെച്ചായിട്ടല്ല. അങ്ങനെ 2 ദിവസം കൊണ്ട് ശബരിമലയിലെത്താം. ചാണ്ടി ഉമ്മൻ്റെ ശബരിമല പദയാത്ര എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമായിരുന്നു. എല്ലാ ചാനലുകാരും ഏറ്റെടുത്തത്. ധർമ്മശാസ്താവിന് തന്നെ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അടുത്ത കൊല്ലം തൊട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ കാതോലിക്ക ബാബയെ വിളിച്ചു വരുത്തിയിട്ട് ഈ മലങ്കര സഭയും ശബരിമലയും തമ്മിലുള്ള ബന്ധം, രണ്ടിലും മലയുണ്ട്, ഒന്ന് മലങ്കര മറ്റേ ശബരിമല എന്ന് പറഞ്ഞ് മാത്യൂസ് തൃതീയൻ തിരുമേനിയുടെ അടുത്തുനിന്ന് ഒരു ചെറിയ ഇടയലേഖനം കൂടി ഇറക്കിയിരുന്നെങ്കിൽ സംഗതി ഗംഭീരമായത് എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും നല്ലൊരു തുടക്കം എന്ന രീതിയിൽ ചാണ്ടി ഉമ്മനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അടുത്ത കൊല്ലം ഇരുമുടിക്കെട്ട് വേണ്ടി ശബരിമലയ്ക്ക് പോകാനുള്ള സൽബുദ്ധി ഈ ചെറുപ്പക്കാരനുണ്ടാകട്ടെ. അദ്ദേഹത്തെ വല്ല പെന്തിക്കോസ്തും പാസ്റ്റർമാരും ചേർന്ന് ഇതിൽ നിന്ന് മുടക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അദ്ദേഹം ഇപ്പോൾ ഫുൾ ടൈം പെന്തിക്കോസുകാരനാണെന്ന് മാർസിസ്റ്റുകാരും പുതുപ്പള്ളിയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാനും കൂടി ഇതുകൊണ്ട് സാധിച്ചു. കാരണം പെന്തിക്കോസ് ആണെങ്കിൽ ഒരിക്കലും ശബരിമലയ്ക്ക് പോകാൻ പറ്റുകയില്ല. ഓർത്തഡോക്സ് സഭയിൽ മാത്രമേ, അല്ലെങ്കിൽ യാക്കോബായ സഭയിലോ, ഒരു ചെറിയ പരിധിവരെ കത്തോലിക്ക സഭയിൽ മാത്രമേ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഏതായാലും ചാണ്ടിക്കുഞ്ഞിൻ്റെ ഈ സതുദ്യമത്തെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിന് ഭാവിയിലും ദൈവത്തിൻ്റെ ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ശക്തമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരുന്നു. ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഇവൻ വിഷ്ണുനാഥ് വിചാരിച്ച പോലും ചാണ്ടിക്കുഞ്ഞിനെ ഒതുക്കാൻ പറ്റുകയില്ല. കാരണം മരിച്ചുപോയ ചാണ്ടി സാറിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ശക്തമായ പിന്തുണയുമുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.